നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പെൺകൊടിയെ പ്രണയിച്ചിട്ട് നിന്റെ മനസ്സ് കേടുവരുത്തണ്ട. അനുരാഗത്തിന്റെ അലമാലകൾ ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് മദീനയുടെ മണൽപ്പരപ്പിൽ ഗുംബദേ ഖസ്റാഇന്റെ കീഴിൽ ചുംബനം വെച്ച് കിടക്കുമ്പോ എന്റെ പൊന്നു കൂട്ടുകാരാ, നിന്റെ ഖൽബ് പോകട്ടെ. ആജ് നഹി തോ കൽ ഹം മദീനെ ചൽ, ഇന്നല്ലെങ്കിൽ നാളെ മദീനയിലെത്തണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടക്കം പറഞ്ഞ് ആലിംഗനം ചെയ്യണ്ടയോ മോനെ? നിന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അന്യ പെണ്ണിന്റെ പ്രതിമ മാറ്റിയിട്ട് മദീനയിലെ രാജാവ് വരട്ടെ. സുബ്ഹ് ശാം മേ അസ്സലാത്തു വസ്സലാം, ചുനിയോ ചുനാ ജമീനോ ജമാൻ മക്കീനോ മക്കാൻ തുമ്ഹാരേ ലിയേ. ലോകവും കാലവും ഇടവും ഇടത്തിലുള്ളതും പ്രതിഷ്ഠയും പ്രതിധ്വാനവും എല്ലാം മദീനയിലെ നേതാവിനാണ്. അതുകൊണ്ട് പൊന്നു പെങ്ങളെ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലും എല്ലാവരെക്കാളും സ്നേഹിക്കപ്പെടേണ്ട നേതാവാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളാണ്. കാരണം സ്വന്തം ആത്മാവിനേക്കാൾ പ്രണയം അവിടുത്തെയോടാണ്. ഈ ജീവൻ നാളെ യാത്ര ചോദിക്കും. ശരീരം ഇവിടെ ഉപേക്ഷിക്കപ്പെടും. മണ്ണറകളിൽ മണ്ണായി പോകും. ആത്മാവതിന്റെ ലോകത്തേക്ക് പറക്കും. അവിടെയും വരാനുള്ള നേതാവാരാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് മോനെ, പ്രണയത്തിന്റെ വലിയ വലിയ വാചകങ്ങൾ ആധുനിക ലോകത്ത് വരുമ്പോ അതിന്റെ പിന്നിലേക്ക് പോകാതെ വിശുദ്ധമായ സ്നേഹത്തിന്റെ നേതാവ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നീ വരണം. ആ ഹബീബിനെ സ്നേഹിക്കുന്നവർ കേൾക്കേണ്ട വാക്കാണ് ഞാൻ പറയുന്നത്. ആയത്തോതിയിട്ട് അർത്ഥം വെക്കുമ്പോഴാണെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇത്തരം ആളുകൾ നടത്തുന്ന പ്രയോഗങ്ങൾ, ഹബീബിന്റെ മാതാപിതാക്കളെ കുറിച്ച് ഇവർ നടത്തുന്ന പ്രയോഗങ്ങൾ, അത് രണ്ടും ഞാൻ നിങ്ങളെ ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കുന്നു. ഹബീബിനോട് ഇവർക്ക് എന്ത് ബന്ധമാണ്? സുബ്ഹാനഹു വ തആല പറയാ, നമ്മുടെ പേരിൽ അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല വാക്കുകളും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ, അള്ളാന്റെ പേരിൽ അള്ളാഹ് പറയാത്തത്, അള്ളാഹ് ആജ്ഞാപിക്കാത്തത്, അള്ളാഹ് വഹയിലൂടെ അറിയിക്കാത്ത ഒരു വാചകം, ഒരൊറ്റ വാക്ക്, ഒരൊറ്റ ഖൗല് അള്ളാഹുവിന്റെ റസൂല് കെട്ടിച്ചമച്ച് പറഞ്ഞാൽ എന്തുണ്ടാകും? കേട്ടോളൂ, നാം അദ്ദേഹത്തെ പിടിക്കും. നാം അദ്ദേഹത്തെ പിടിക്കും. ആരെ പിടിക്കും? റസൂലിനെ പിടിക്കും. അള്ളാഹുവിന്റെ റസൂലിനെ പിടിക്കും. ബിൽ യമീൻ, നമ്മുടെ വലത് കൈയിൽ, നമ്മുടെ വലത് കൈയിൽ നോക്ക്. അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ? കേട്ടോളി, ഞാൻ ആയത്തിന്റെ പരിഭാഷ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുള്ളൂ. കൊരവള്ളി പൊട്ടിച്ചു കളയും ഞാൻ. അഷ്റഫുൽ ഖൽഖായ, ലോകത്തിലെ ഏറ്റവും സമുന്നതനായ, അള്ള പടച്ച സമുന്നതനായ റസൂലിന്റെ കച്ചിട്ട് ആ കച്ചില് ജീവനാടി ഉണ്ടല്ലോ, അത് പൊട്ടിച്ചു കളയും ഞാൻ. ഇങ്ങനെ ഒരായത്തിന് വ്യാഖ്യാനം പറയാൻ അവകാശമില്ല. ഇങ്ങനെ ഒരായത്തിന് പരിഭാഷ പറയാൻ അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചല്ലേ പ്രയോഗം. ആ ആയത്തിന് അങ്ങനെ ഹബീബിനെ വേദനിപ്പിക്കുമാറ് പരിഭാഷ പറയാൻ പറ്റുമോ? ഇല്ല മോനെ, ഇല്ല. വാപ്പ തെറ്റു ചെയ്താലും വാപ്പാനെ എടാ തന്തേന്ന് വിളിക്കാൻ പാടില്ല. പ്രയോഗം പരിഭാഷ വെച്ച് നോക്കുമ്പോ ശരിയായിരിക്കും, പക്ഷേ പദവിക്ക് നിരക്കുന്നതല്ല. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫാമിൽ അനിശ്ശിഖാഖി.
അവിതർക്കിതം ഉന്നതരും ശ്രേഷ്ഠരുമാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ എന്റെ വാപ്പായ കബറടക്കിയിട്ട് വരികയാണ് എന്ന് പറയുന്നതിന് പകരം എന്റെ തന്തയെ കുഴിച്ചിട്ടിട്ട് വരികയാണെന്ന് പറയാൻ സ്നേഹമുള്ളവന് കഴിയുമോ? ബഹുമാനമുള്ളവന് കഴിയുമോ? ഭാഷാപരമായി അത് ശരിയാണ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബില്ല. മോനെ, നമ്മളാരാണ്? വജൽ ഭടക് തീ രഹി. നമ്മുടെ കൽബിന്റെ ആവേശമാരാണ്? മദീനയിലെ രാജാവാണ്. അലമാലകൾ ഇളക്കാൻ വന്ന ആധുനികതയുടെ വിപ്ലവങ്ങൾ വന്ന് നമ്മളെ തകർത്ത് തരിപ്പണമാക്കാൻ വന്നാലും ഇവിടെ നിലനിൽക്കാനുള്ള ഊർജമേതാണ്? മദീനയിലെ രാജാവ് സയ്യിദി വമലാദി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ കേവലമായി വാചകങ്ങൾ പറഞ്ഞു പോവുകയല്ല. ലാ തഖൂലൂ റാഇനാ. മുമ്പേ നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം വളരെ പിന്നിൽ നടക്കുന്ന സ്വഹാബത്ത് കേൾക്കുന്നില്ല. അപ്പൊ സ്വഹാബത്ത് വിളിച്ചു, നബിയേ, റാഇനാ റാഇനാ റാഇനാ, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണേ നബിയേ. നല്ല അർത്ഥമല്ലേ സ്വഹാബത്തിന്റെ കൽബിൽ വരൂ? അതിന്റെ വെർബൽ മീനിങ് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഹമക്കെന്ന് സൂചിപ്പിക്കുന്ന ഒരർത്ഥം കൂടി റാഇന എന്ന പദത്തിനുണ്ട്. അപ്പൊ ഖുർആനാണ് ഇടപെടുന്നത്. ഇടപെട്ടിട്ട് പറയുന്നു, ലാ തഖൂലൂ റാഇന. നിങ്ങൾ പറഞ്ഞത് അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടല്ലെങ്കിലും മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യാനും ദ്വയാർത്ഥമുള്ള പ്രയോഗം ഹബീബിന്റെ മേൽ ഉപയോഗിക്കപ്പെടാതിരിക്കാനും നിങ്ങൾ ലാ തഖൂലൂ റാഇന. ഒരു രോഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഷാഫി ഇമാമിനോട് മുസനി ഇമാം തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അതിന്റെ അർത്ഥം രോഗശമനം വർദ്ധിപ്പിച്ചു തരട്ടെ എന്നായിരുന്നു ലക്ഷ്യം. ഷാഫി ഇമാം തങ്ങൾ തിരുത്തി പറഞ്ഞു, മോനെ, നീ ഉദ്ദേശിച്ച അർത്ഥം എന്റെ രോഗം മാറ്റി തരട്ടെ എന്നാണെങ്കിലും നീ പറഞ്ഞ വാക്കിന്റെ അർത്ഥം രോഗം കൂട്ടിത്തരട്ടെ എന്നാണ്. മുസനി, നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നിങ്ങൾ ചീത്ത പറഞ്ഞാലും എന്നെ കുറിച്ച് നല്ലതേ ഉദ്ദേശിക്കുള്ളൂ എന്നെനിക്കറിയാം. പക്ഷേ വിഷയം പഠിപ്പിച്ചു തരേണ്ടത് എന്റെ ബാധ്യതയാണ് എന്ന് താരീഖുൽ ഇമാം ശാഫിഈൽ ഇമാമുർ റാസി ഉദ്ധരിച്ചതായി കാണാം. ഇമാമുൽ ബൈഹഖി നിവേദനം ചെയ്തതായി കാണാം. ചുരുക്കി പറയട്ടെ, അങ്ങനെ ദ്വയാർത്ഥമുള്ള പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തിയപ്പോൾ ഖുർആൻ ഇടപെട്ടുകൊണ്ട് പറയുന്നു, ലാ തഖൂലൂ റാഇനാ വഖൂലു ഉൻദുർനാ. നിഷ്കളങ്കവും ശുദ്ധവുമായ അർത്ഥമുള്ള ഉൻദുർന എന്ന പദം മാത്രമേ പ്രയോഗിച്ചുകൂടൂ. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും പരിപക്വമായ ദറജയിലുള്ള മഹാനാണ്. അബസ വതവല്ല അൻ ജഅഹുൽ അഅമാ എന്ന ആയത്തുണ്ടല്ലോ. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം തങ്ങൾ വന്നപ്പോൾ മുതലാളിമാരോട് ചർച്ച ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവര് ഹിദായത്തിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് ഓൾറെഡി മെമ്പറായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം തങ്ങളെ തൽക്കാലം പരിഗണിക്കാതിരുന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, ഓ നബിയേ, ആ മുതലാളിമാർ ഇങ്ങോട്ട് വരാൻ വന്നവരല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം തങ്ങളുടെ കൂടെയുള്ള ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇങ്ങോട്ടൊന്ന് പരിഗണിക്കണമെന്ന് പറയാൻ അബസ വതവല്ല അൻ ജഅഹുൽ അഅമാ എന്ന സൂറത്ത് അവതരിപ്പിച്ചപ്പോൾ ചില ആളുകൾ, മുനാഫിഖീങ്ങളായ ആളുകൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താക്കീത് നൽകിയതല്ലേ എന്ന നിലയ്ക്ക് നിസ്കാരത്തിൽ ഈ സൂറത്ത് തന്നെ ഓതാൻ തുടങ്ങി. ഈ സൂറത്തിന് ഒരുപാട് മഹത്വമുണ്ട്, ചില്ലറ മഹത്വമല്ല.
ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല പറയാൻ പറഞ്ഞത് മുഴുവനും പറഞ്ഞിട്ടുണ്ടെന്നതിന് തെളിവാണ് ഈ ആയത്തെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. നബി തങ്ങൾ വല്ലതും മറച്ചു വെച്ചിരുന്നെങ്കിൽ മറച്ചു വെക്കേണ്ടത് ഈ ആയത്തായിരുന്നു എന്ന് തഫ്സീറിൽ കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താക്കീത് നൽകിയതല്ലേ. വേണമെങ്കിൽ നബി തങ്ങൾക്ക് ഓതാതിരിക്കാമായിരുന്നില്ലേ? പക്ഷേ അമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവായിട്ടുള്ള ആയത്താണ്. അങ്ങനെയും വായിച്ച മഹാന്മാരായ മുഫസ്സിറുകളെ കാണാം. ചുരുക്കി പറയട്ടെ, ആ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമായി ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിറങ്ങിയ ഈ ആയത്ത് സുനിസ്കാരത്തിൽ അവിടുന്ന് മുനാഫിഖീങ്ങൾ ഓതിയപ്പോൾ അവർക്കെതിരെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആക്ഷൻ എടുത്തുപോയി. കാരണം അവരീ ഓതുന്നതിന്റെ താല്പര്യം സൂറത്തിനോടുള്ള പ്രേമമല്ല, അതിന്റെ പിന്നിലുള്ള ഒരു പ്രത്യേക പശ്ചാത്തലമാണ് എന്ന് മനസ്സിലാക്കി പറഞ്ഞതുപോലെ ഈ ബിദ്അത്തിന്റെ കക്ഷികൾക്ക് ഹബീബിനോട് സ്നേഹമില്ല, റസൂലുള്ളാഹിനെ അറിയില്ല. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ മര്യാദയ്ക്ക് അവിടുത്തെ പേര് പറയാൻ പോലുമുള്ള ഈമാൻ അവർക്കില്ല. എന്നിട്ട് സാധാരണക്കാരെ പറയും പോലെ അല്ല, സാധാരണക്കാരെ കളിയാക്കി പറയും പോലെ റസൂലുള്ളാഹിന്റെ പേര് ഒരു മൗലവി പറയുന്നത് ഇവിടെ കേൾക്കാം. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക. അതെ, അപ്പോൾ പരിശുദ്ധമായ ഹിറാ ഗുഹയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്ന പേര്. എന്നാൽ അറിയുമോ, ആ മലക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കയറി പോവുകയാണ് ജബലുൻ നൂർ. എത്രമാത്രം പ്രയാസമാണ് കയറാൻ. ആ ജബലുൻ നൂറിനുള്ള പ്രത്യേകത എന്താണ്? ഏകാന്തമായി അല്ലാഹുവിനെ ആലോചിച്ച് ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമാണ്. മാത്രമല്ല, മുൻഗാമികളായ അമ്പിയാക്കന്മാരവിടെ ഇബാദത്തിന് തെരഞ്ഞെടുത്ത സ്ഥലമാണ്. ബറക്കത്തെടുക്കാൻ വേണ്ടി പോയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല, അവിടെ ഇരുന്നാൽ കൃത്യമായി കഅബാലയം കാണാം. അതും മാത്രമല്ല, അവിടേക്ക് കയറി ചെല്ലുമ്പോ മല വിളിക്കുകയാണ്, ഇലയ്യ യാ റസൂലല്ലാഹ്, ഇലയ്യ യാ റസൂലല്ലാഹ്, ഇലയ്യ യാ റസൂലല്ലാഹ്. ഹിറാ ഗുഹ വിളിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഇങ്ങോട്ട് വരൂ റസൂലേ എന്നാണ് വിളിക്കുന്നത്. ഇവരെ പോലെ റസൂലുള്ളാഹിന്റെ പേര് കളിയാക്കിയിട്ടല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പോലും നേരെ പറയാൻ ഈമാനില്ലാത്തവർ, ഈ കക്ഷികളെ റസൂലുള്ളാഹിനോട് മുഹബ്ബത്തുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കിതാബുകളിൽ കാണാം ആ ഗുഹ വിളിച്ചത് ഇലയ്യ യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ വരൂ. മാ മറർതു ബിഹജരിൻ വലാ ഷജരിൻ ഇല്ലാ വസല്ലമ അലയ്യ. ഒരൊറ്റ കല്ലും മരത്തിന്റെയും അടുത്തുകൂടി നടന്നു പോകുമ്പോ സലാം പറയാറുണ്ടായിരുന്നു. കല്ലിനറിയാം ഹബീബിനെ, മരത്തിനറിയാം ഹബീബിനെ, പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും അറിയാം ഹബീബിനെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
സാധുവായ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം പ്രസംഗിച്ച 140ഓളം മണിക്കൂറിന്റെ സീഡികൾ ഉണ്ട്. അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ പോകുന്ന സമയത്ത് വാങ്ങിക്കൊണ്ടു പോകണം. അതിൽ ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഹബീബിനെ എങ്ങനെ അറിഞ്ഞു എന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോ സ്ഥലത്തിനറിയാം ഹബീബ് ഇരിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ആ ഒരു മര്യാദ പോലും ഇവർക്ക് പറയാത്തത് ഇത്ര ഗൗരവമായിട്ട് എടുക്കണോ നിങ്ങൾ തോന്നിപ്പോകും. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഖുർആനിൽ അല്ലാഹു തആല പേരിട്ട് വിളിച്ചിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞ ആ പേര് ഞാൻ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഉദ്ധരിക്കാൻ എന്റെ നാവിന് പാടില്ല. ഞാൻ ഹബീബിനെ ഇഷ്ടപ്പെടുന്നയാളാണ്. അർഹതയില്ലെങ്കിലും അത് അവകാശപ്പെടുന്ന ആളാണ്. അല്ലാഹുമ്മ ജഅൽനീ മിൻ ഉശ്ശാഖി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു പെടുത്തി തരട്ടെ. നിങ്ങൾ നോക്കൂ, ചെറിയ കാര്യമല്ലല്ലോ അത്. ഖുർആനിൽ അല്ലാഹു തആല വിളിച്ചു യാ യഹ്യ, യാ ഇബ്രാഹിം, യാ മൂസ. എല്ലാ പ്രവാചകന്മാരെയും വിളിച്ചു നേരിട്ട് പേരിട്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചോ യാ മുഹമ്മദൂന്ന് വിളിച്ചിട്ടില്ല. കാരണം ഇക്റാമൻ ലിശൈനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കാണിക്കാനാണ്. അള്ളാഹ് നബിയെ വിളിച്ചുകൂടാത്തത് കൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം കാണിക്കാനാണ് വിളിച്ചത്. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. അങ്ങനെ ഓരോ സ്ഥാനപ്പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതുപോലെ അവിടുത്തെയുമായി ചേർന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. നേരിട്ട് പേരിട്ട് വിളിച്ചിട്ടില്ല. അതാണ് ഖുർആനിന്റെ ബഹുമാനം. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇസ്ദ് ബിൻ അബ്ദുസ്സലാം പറയുന്നുണ്ട്, അയിമ്മത്ത് നിവേദനം ചെയ്യുന്നുണ്ട്, അൽ-അംനു വൽ ഉലയിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും ഉന്നതനായ സൃഷ്ടി എന്ന് വിശദീകരിക്കുന്ന കിതാബിൽ കാണാം. ദുആയിൽ പോലും, അതായത് ചില ദുആയിൽ വന്നിട്ടില്ലേ യാ മുഹമ്മദ് എന്ന് വന്നിട്ടുണ്ട് ചില ദുആയിൽ. ആ ദുആയിൽ പോലും അങ്ങനെ പറഞ്ഞു ദുആ ചെയ്തുകൂടാ. അവിടെയും യാ അയ്യുഹർ റസൂൽ എന്ന് ചേർക്കണം എന്ന് ഇസ്ദ് ബിൻ അബ്ദുസ്സലാം വിശദീകരിക്കുന്നുണ്ട്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് അതാ ഉദ്ധരിക്കാൻ പോലും മര്യാദ കാണിക്കാതെ അവിടുത്തെ പേരിനെ വളച്ചൊടിച്ച് വൃത്തികേടാക്കിയിട്ടല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ചതിയിൽ പെട്ടുപോകല്ലേ ഉമ്മമാരെ. ഈ പ്രസ്ഥാനത്തിന്റെ ചതിയിൽ പെട്ടുപോകാൻ പാടില്ല. അവർക്ക് അജണ്ട എന്താണ്? നമ്മളെ ഹബീബായ നബിയോട് ബന്ധപ്പെട്ടുകൂടാ എന്നാണ്. ഇനി നോക്കിക്കോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ബാലുശ്ശേരി എന്ന മൗലവി തന്നെ പറയുന്നത് കേൾക്കാം. അവർക്ക് റസൂലുള്ളാഹിനോട് എത്ര ബന്ധമുണ്ടെന്ന് ആലോചിക്കാനുള്ള ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അല്ലാഹു നമ്മുടെ ഖൽബ് ശുദ്ധമാക്കി ഹബീബിനോട് പ്രേമിപ്പിച്ചു തരട്ടെ. നബീന്റെ ബാപ്പയാണ് വിചാരിച്ചിട്ട് നബീന്റെ ബാപ്പ സ്വർഗത്ത് പോകൂല. നബീന്റെ ബാപ്പ നരകത്തിലാണ് സഹോദര. നബിയുടെ ബാപ്പ നരകത്തിലാണ് സഹോദര. നബീന്റെ ബാപ്പ നരകത്തിലാണ് സഹോദര. നബിയുടെ ബാപ്പ നരകത്തിലാണ് സഹോദര. നരകത്തിന്റെ കാവൽക്കാരനായ മലക്കാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ നരകത്തിലാണെന്ന് പറയാൻ ഒരൊറ്റ ആയത്തിന്റെ പ്രമാണമില്ല, ഒരൊറ്റ ഹദീസിന്റെ നിദാനമില്ല, ഒരൊറ്റ പണ്ഡിതന്മാരും ലോകത്ത് പറഞ്ഞിട്ടില്ല, ഒരൊറ്റ മഹാന്മാരും ഉദ്ധരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ലോകത്തെ മുഴുവനും നന്നാക്കാൻ വന്നിട്ട് അവിടുത്തേക്ക് ജന്മം നൽകിയ പിതാവ് നരകത്തിൽ കിടക്കുകയോ? ഹാശാവകല്ല, വല്ലാത്ത അത്ഭുതം തന്നെ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഒരാളുടെ വാപ്പ മോശക്കാരനാണെങ്കിൽ, ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വാപ്പ മോശക്കാരനല്ല, ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ കിടക്കുന്ന മഹാനാണ്, അവിടുന്ന് റൂഹുൽ മാനിയിൽ റളിയല്ലാഹു അൻഹുമാ എന്ന് ആലൂസി എന്ന ആധുനിക പണ്ഡിതനും പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി തങ്ങൾ 12ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പിൽക്കാല പണ്ഡിതന്മാരും രചനകൾ നടത്തിയിട്ടുണ്ട്. ഇനി ഒരാളുടെ വാപ്പ മോശക്കാരനാണെങ്കിൽ തന്നെ ആ മോശം എടുത്തു പറഞ്ഞ് അയാളെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? പാടില്ല. ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ എന്ന് വിളിക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം അബൂജഹലിന്റെ മോനെ എന്ന് വിളിച്ചിട്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ വേദനിപ്പിച്ചുകൂടാ. മാത്രമാണോ, കണ്ടില്ലേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അതാ പറയുന്നു, സൽമാൻ റളിയല്ലാഹു അൻഹു ആണ്. എന്തേ പറയുന്നത്? യബ്ന സൗദാ, അല്ലയോ കറുത്ത പെണ്ണിന്റെ മോനെ, കറുത്ത അടിമ പെണ്ണിന്റെ മോനെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നു. ഉള്ള കാര്യം തന്നെയാണ്. കാരണം അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണല്ലോ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ. പക്ഷേ ബിലാൽ തങ്ങൾക്കത് സഹിച്ചില്ല. നേരെ അങ്ങ് പോയി ഇലാ ജനാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, നബിയേ, സൽമാൻ എന്ന എന്റെ സുഹൃത്ത് എന്റെ ഉമ്മാനെ പറഞ്ഞിട്ട് എന്നെ വേദനിപ്പിച്ചു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത് നബി തങ്ങളുടെ അടുക്കലേക്കാണെന്ന് മനസ്സിലായപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു പിന്നിൽ ചെന്നു. അങ്ങനെയാണ് ഒരു അബദ്ധം പറ്റിപ്പോയാൽ മാപ്പ് പറയൽ മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അയ്യർത ഉമ്മഹു, ഓ സൽമാനെ, ബിലാലിനെ ഉമ്മാനെ പറഞ്ഞിട്ട് വേദനിപ്പിച്ചോ, കുറ്റം പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോ സൽമാനുൽ ഫാരിസി തങ്ങളങ്ങ് നടന്നു. നല്ല മണൽപ്പരപ്പിലേക്ക് ചെന്നിട്ട് മുഖം മണ്ണിൽ ചേർത്ത് വച്ചിട്ട് ബിലാൽ തങ്ങളോട് പറഞ്ഞു, ബിലാലേ, നിങ്ങളുടെ ആ കാൽപാദം കൊണ്ട് എന്റെ കവിളത്ത് ചവിട്ടാതെ എനിക്ക് പരിഹാരമാവുകയില്ല. കവിളത്ത് ചവിട്ടാതെ പരിഹാരമാവൂല. ബിലാൽ തങ്ങൾക്ക് അതിലേറെ വേദനയായി. കാരണം സൽമാൻ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ എന്തോ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ അതിനിപ്പുറം ഒരു തീരുമാനം പറഞ്ഞ ആ വികാരത്തിൽ നിന്ന് പറഞ്ഞു പോയതാണ്. ആ വൈകാരികമായ സമയത്ത് ബിലാൽ തങ്ങൾ പറഞ്ഞു, ഞാൻ ചവിട്ടൂല. സൽമാന്റെ മുഖത്ത് ഞാൻ ചവിട്ടുകയോ? സൽമാനു മിന്നാ, സൽമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക പരിഗണനയുള്ള സ്വഹാബിയാണ്. ഇൻഷാ അല്ലാഹ് സൽമാൻ തങ്ങളെ കുറിച്ചുള്ള സംസാരത്തിൽ അത് വരുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതനുസരിച്ച് അവസാനം രണ്ടുപേരും ആലിംഗനം ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ചുംബനം കൊടുത്ത് പിരിയുന്ന രംഗം ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഉമ്മ അങ്ങനത്തെ ഉമ്മയാണ്. എന്നിട്ടും മകനെ വേദനിപ്പിച്ചുകൂടാ. അതല്ലേ ഇസ്ലാമിന്റെ ഭാഷ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ തന്നെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആ ന്യൂനത പറഞ്ഞിട്ട് നബി തങ്ങളെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല. ന്യൂനതയുണ്ടെങ്കിൽ തന്നെ പറഞ്ഞുകൂടാ. പിന്നല്ലേ ഇല്ലാത്ത ന്യൂനത പറയുന്നത്. ആ ന്യൂനതയും ചെറുതാണോ? നരകത്തിലാണെന്ന് പറയാൻ ആര് ലൈസൻസ് കൊടുത്തു? മുഅ്മിനീങ്ങളെ, നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്?
അരക്കെട്ട് പിടിച്ച് നമ്മുടെ സ്വർഗത്തിലേക്കാക്കുന്ന നേതാവാണ്. ബാബുൽ ഇഅ്തിസാമി ബിൽ കിതാബി വസ്സുന്നയിൽ മിഷ്കാത്ത് മറിച്ചാൽ നിരവധി ഉദാഹരണങ്ങൾ കാണാം, ബുഖാരിയിൽ കാണാം. ലോകത്തെ മുഴുവനും സ്വർഗത്തിലേക്ക് നയിക്കാൻ വന്ന നേതാവാണ്. അവിടുത്തെയുടെ പിതാവ് നരകത്തിൽ കിടക്കുകയോ മാതാവ് നരകത്തിൽ കിടക്കുകയോ അയാൾ ബാക്കി കൂടി പറയുന്നുണ്ട് ഉമ്മയും ഉപ്പയും നരകത്തിലാണെന്ന്. കേൾപ്പിക്കാൻ ഇപ്പോൾ ഞാൻ സമയം കണ്ടെത്തുന്നില്ല, നമുക്കത് കേൾക്കാൻ കഴിയില്ല. പക്ഷേ ഇവരുടെ അബദ്ധം പറയാൻ വേണ്ടി കേൾപ്പിക്കുകയാണ്. അഫ്വല്ലക യാ റസൂലല്ലാഹ്, അവിടുന്ന് ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കല്ലേ നബിയേ. അത് ഞങ്ങൾ ഇഷ്ടത്തോടെ കേൾക്കുകയല്ല, അവരുടെ ചതിയിൽ പെടാതിരിക്കാൻ കേൾപ്പിച്ചു പോയതാണ്. അപ്പോൾ ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഒരു ബന്ധവും ഇല്ല. തൗഹീദ് അവർക്കറിയില്ല, ശിർക്ക് അവർക്കറിയില്ല, അല്ലാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനം അവർക്കറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്കറിയില്ല. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ സ്ഥലത്തും അവർ പാരവെക്കുന്നുണ്ട്. ഈ മാസം മുഹറം മാസമാണ്. അഹ്ലുബൈത്തിൽപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഷഹീദായ മാസമാണ്. അവിടുത്തെ തലയറുത്തിട്ട് കുന്തത്തിന്റെ മേലെ കൊണ്ട് നടന്ന പ്രകടനം നടത്തിയ മാസമാണ്. അഹ്ലുബൈത്തിലെ ഒരുപാട് മക്കൾ വധിക്കപ്പെട്ട മാസം. താരീഖു കർബല വായിച്ചാൽ അറിയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ തങ്ങന്മാരാണ്, സാദാത്തുക്കളാണ്. മുജാഹിദുകൾക്ക് അങ്ങനെ ഒരു സാദാത്തീങ്ങൾ എന്ന വർഗമുണ്ടോ? അത് തന്നെയില്ല. എല്ലാവരും തങ്ങന്മാരാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മൂല്യം ചെറുതായി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ, എന്നിട്ട് ഞാൻ വിശദീകരിക്കാം. കുറെ തങ്ങന്മാരെ നമ്മൾ കാണണ്ടല്ലോ കേരളത്തില്. എടോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ തങ്ങന്മാര് അമ്പിയാക്കള്, ആദം നബിന്റെ മക്കളെ നമ്മളൊക്കെ. വലക്കത് കറംനാ ബനീ ആദം, ആദമിന്റെ മക്കളെയൊക്കെ നാം ആദരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം 70-ാമത്തെ വചന. നമ്മളൊക്കെ ആദമിന്റെ മക്കളാ, ബാലനും ചെക്കണിയും ജോസഫും ഒക്കെ. എല്ലാരും തങ്ങന്മാരാ, തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെല്ലാരും. വേറെ ആൾ പറയുന്നുണ്ട് ഓരോ ബിജെപിയുടെ നേതാവും എല്ലാ നേതാക്കന്മാരും തങ്ങന്മാരാണ്. സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ നിഷേധിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രതയെ ചെറുതാക്കി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമോ ലോകം മുഴുവനും ദീൻ നിലനിർത്തിയത് മഹാന്മാരായ അഹ്ലുബൈത്തുകളാണ്, അഹ്ലുബൈത്തിലെ അംഗങ്ങളാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് വഫാത്തായത്, ഷഹീദായത്. അവിടുത്തെ കുഞ്ഞു മക്കൾ എത്ര ആളുകളാണ് ഈ മാസം കൊല ചെയ്യപ്പെട്ടത്. അല്ലാഹു അഹ്ലുബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പോൾ ഈ മുജാഹിദുകളുടെ ലക്ഷ്യം എന്താണ്? മുഅ്മിനീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന രംഗം, ഓരോ രംഗവും അവരില്ലായ്മ ചെയ്യുകയാണ്. സ്വലാത്ത് ചൊല്ലിയാൽ മഹബ്ബത്ത് കൂടും, സ്വലാത്ത് ചൊല്ലിക്കൂടാന്ന് അവര് പറഞ്ഞു. മൗലിദ് ഓതിയാൽ റസൂലുള്ളാഹിനോട് ബന്ധം വരും, അത് ചെല്ലണ്ടാന്ന് അവര് പറഞ്ഞു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ ആദരിച്ചാൽ ഹബീബ് സ്നേഹിക്കും. കാരണം എന്താണ്? ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്റെ കുടുംബത്തെ സ്നേഹിക്കണം, അതല്ലാതെ ഞാൻ നിങ്ങളോടൊരു പ്രത്യുപകാരവും ആവശ്യപ്പെടുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീന, ആ മദീനയിലെ മുഴുവനും പുണ്യവും ബറക്കത്തും എടുക്കാൻ ചെല്ലുന്ന മുഅ്മിനീങ്ങളെ മദീന സിയാറത്തിന് വേണ്ടി മദീനത്തേക്ക് പോയിക്കൂടാ, പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകാം, പോയിട്ട് വേണമെങ്കിൽ അവിടെ ഒരു സലാം പറയാം എന്ന് പറഞ്ഞു വരികയല്ലാതെ ഹബീബിനോട് അവർക്ക് ബന്ധമില്ല. മുഅ്മിനീങ്ങളെ ഞാൻ നീട്ടി പറയുന്നില്ല. മൗലിദിനെ കുറിച്ച് അവർ പറയുന്ന 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെയോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം.
അതല്ലാതെ നമുക്ക് വിജയിക്കാൻ വേറെ ഒരു വഴിയുമില്ല. നബിദിനത്തെ കുറിച്ച് അയാൾ പറയുന്നത് കേട്ടോ, ബാലുശ്ശേരി ഒരുപാട് പ്രസംഗത്തിൽ ആക്ഷേപിക്കുന്നുണ്ട്, അധിക്ഷേപിക്കുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് അവസാനിപ്പിക്കുന്നു. അതിലെന്തേ അത് ഉൾപ്പെടാതെ പോയത്? അത് ഗൗരവമായി ആലോചിക്കണം. ഇത് സുന്നി വോയിസ് എന്ന് പറയുന്ന സുന്നികളുടെ ഏറ്റവും ആധികാരിക വോയിസാണ്. മൗലിദ് പണ്ഡിത നിലപാടുകൾ ഇത് 2000 ജൂലൈയിൽ എഴുതിയിട്ടുള്ളതാണ്, 16-ാം തീയതി. അടിസ്തോക്കു ഇബ്നു ഹജർ എന്നിവരോട് ചോദിക്കാൻ ഒരാൾ മൗലിദ് ആഘോഷത്തെ പറ്റി ഇബ്നു ഹജർ എന്നിവരോട് ചോദിക്കുകയുണ്ടായി. ഇബ്നു ഹജർ മറുപടി പറഞ്ഞു, അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. എന്താണ്? അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. മൗലിദ് ബിദ്അത്താണ്. ബിദ്അത്തോ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അടിസ്ഥാനപരമായി നബിദിനം ബിദ്അത്താണ്. ബിദ്അത്ത് അടിസ്ഥാനപരമായി നരകത്തിലേക്കാണ്. അപ്പൊ ഏത് വഴി സ്വീകരിക്കണം? അടിസ്ഥാനപരമായി ബിദ്അത്തായ നബിദിനം സ്വീകരിക്കുക വഴി വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ അല്ലേ? ആ പുഴ ഒഴുകിച്ചെല്ലുന്നത് അറബിക്കടലിലാണ്, ആ ബിദ്അത്ത് ഒഴുകിച്ചെല്ലുന്നത് നരകാഗ്നിയിലാണ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? നബിദിനം എന്ന ബിദ്അത്ത് ഒഴുകിച്ചെല്ലുന്നത് നരകത്തിലേക്കാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചാൽ അത് നരകത്തിലേക്കാണ് എത്തിച്ചേരുക എന്ന് പറയുന്നു. ഇവർക്കപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എന്ത് ബന്ധമുണ്ട്? ഒന്നാമതായി നമ്മൾ അത് ആലോചിക്കുക. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത ഒരു കാര്യം പിൽക്കാലത്ത് ഉണ്ടാകാമോ ഇല്ലേ എന്ന് നാം പഠിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 5 or 6 കാര്യങ്ങൾ പഠിച്ചാൽ വഹാബിസം ഇല്ലാതെയായി പോകും. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാമുന ശാഫിഈ തങ്ങൾ പറയുകയാണ്, എന്തേ അൽ മുഹ്ദസാത്തു നർബാനി, പുതിയ കാര്യങ്ങൾ 2 തരത്തിലാണ്. ഒന്ന് മാ വാഫഖ ശറഅ, ശരീഅത്തിന്റെ നിയമങ്ങളോട് യോജിച്ച വിധത്തിൽ പിൽക്കാലത്തുണ്ടായ കാര്യങ്ങൾ, അത് സ്വീകരിക്കപ്പെടുന്നതാണ്, മഹ്മൂദത്തായ ബിദ്അത്താണ്. അതേ സമയത്തോ ശറഇന് വിരുദ്ധമായ വിധത്തിൽ പിൽക്കാലത്ത് വന്ന വികസനങ്ങൾ, അത് സ്വീകരിക്കപ്പെടാൻ പറ്റാത്തതാണ്. ഇതെല്ലാം വിശദീകരിച്ചിട്ട് മഹാന്മാര് പറയുന്നു, വഹിയ മുൻഖസിമത്തുൻ ഇലാ ബിദ്അത്തിൻ വാജിബത്തിൻ വബിദ്അത്തിൻ മുഹറമത്തിൻ വബിദ്അത്തിൻ മൻദൂബത്തിൻ വമക്റൂഹത്തിൻ വമുബാഹത്തിൻ വളറബൂ ലിദാലിക അംസില. ബിദ്അത്ത് പല ഇനത്തിലേക്കും വരുന്നതാണ്. ഒരു കാര്യം ഇന്നുണ്ടായി എന്നതുകൊണ്ട് ഇസ്ലാമിനെതിരാവൂല. ഒരു കാര്യം ദീനിൽ പ്രമാണമാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കൊള്ളണമെന്നില്ല, സ്വഹാബത്ത് ചെയ്തു കൊള്ളണമെന്നില്ല. പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ സ്വഹാബിമാർ ചെയ്തിട്ടുണ്ട്, സ്വഹാബിമാർ ചെയ്യാത്ത കാര്യങ്ങൾ താബിഈങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രമാണങ്ങൾക്ക് യോജിക്കുന്ന വിധത്തിലാണ് അവർ ചെയ്തത്. അപ്പോൾ പ്രമാണങ്ങൾക്ക് യോജിക്കുന്ന വിധത്തിൽ പിൽക്കാലത്തൊരു കാര്യം കൊണ്ടുവന്നാൽ ആ കാര്യം ദീനിൽ സുന്നത്തായോ വാജിബായോ അനുവദിക്കപ്പെടുന്നതായോ പരിഗണിക്കപ്പെടുന്നതാണ്. അതേ സമയത്ത് അടിസ്ഥാനമില്ലാത്ത വിധം ഒരു കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ അത് ദീനിൽ സ്വീകരിക്കപ്പെടാത്തതാണ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ. ഇമാം മുസ്ലിം പഠിപ്പിച്ചതായി കാണാം, ഒരാൾ നല്ല ഒരു ചര്യ കൊണ്ടുവന്നാൽ ആ ചര്യ കൊണ്ടുവന്നതിനെ കണ്ടിട്ട് മറ്റുള്ളവർ തുടർന്നാൽ ചെയ്തവനും ചെയ്തവനെ കണ്ട് ചെയ്തവന്റെ കൂലി കൂടി കിട്ടുന്നതാണ്. അപ്പോ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ വിരോധമില്ല. അടിസ്ഥാനപരമായി ദീനിൽ അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ജല്ലൽ. ഇനി റബീഉൽ അവ്വൽ വരികയല്ലേ, വാറോലകൾ ഇറങ്ങും, വായാടി പ്രസംഗങ്ങൾ വരും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനം ആഘോഷിച്ചോ എന്ന് ചോദിക്കും, സ്വഹാബത്ത് ചൊല്ലിയോ എന്ന് ചോദിക്കും, മങ്കൂസ് മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയോ എന്ന് ചോദിക്കും. വേണ്ട, അതൊന്നും പറയാൻ നിൽക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൽ പുണ്യകർമ്മമാണോ? ആരാണ് ചെയ്തത്? സ്വഹാബികൾ ചെയ്തു പോയി. വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാരത്ത് വന്നു നിന്നിട്ട് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പാടുകയാണ്, മബാലു ഐനിക ലാ തനാ
طويلة مآقيها بكهل الأرمد. എന്റെ പ്രിയപ്പെട്ട നബിയേ, അവിടുത്തെയുടെ സവിധത്തിൽ നിന്ന് പറയട്ടെ നബിയേ, സ്വന്തം കണ്ണുകളോട് ചോദിക്കുകയാണ്, എന്തേ ഉറക്കുവരാത്തത്, എന്തേ ഉറങ്ങാൻ കഴിയാത്തത്? കണ്ണിൽ എരിവുള്ള സുറുമ ഇട്ടുപോയതാണോ എന്ന് പാടി 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 വന്നിട്ട് പറയുകയാണ്, യാ ലൈതനീ സുബ്ബിഹ്തു സുമ്മൽ അസ്വദീ, ഞാനങ്ങ് വിഷബാധ ഏറ്റുപോയിരുന്നെങ്കിൽ, യാ ലൈതനീ ലം ഊലദീ, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ എനിക്കെന്റെ ഹബീബിന്റെ വിയോഗത്തിന്റെ വേദന അനുഭവിക്കേണ്ടതില്ലായിരുന്നു എന്നിങ്ങനെ 27 വരിയുള്ള കവിതയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, വജിഹി യഖീകത് തുർബ ലഹ്ഫി ലൈതനീ ويبت قبلك في البقيع الغرقدي. ഇതിന്റെ പരിഭാഷ പറയാൻ എനിക്കറിയില്ല, അറിയുന്നൊരാശയം ഞാനെന്ന് പറയാം. ഓ ഹബീബായ നബിയേ, അല്ലയോ പ്രിയപ്പെട്ട നേതാവേ, അവിടുന്ന് കിടക്കുകയല്ലേ ഖബറിൽ. ഈ സ്ഥലത്ത് എന്നെ മുമ്പങ്ങ് കബറടക്കിയിട്ട് ഞാനങ്ങ് മണ്ണായി പോയി, അവിടെ പൊടിയായി ചേർന്നിട്ട് പിൽക്കാലത്തെ തങ്ങൾക്ക് വേണ്ടി ഇവിടെ കബർ കുഴിച്ചിരുന്നെങ്കിൽ എന്റെ മണ്ണാകുമായിരുന്നല്ലോ തങ്ങൾക്ക് കിടക്കാനുണ്ടാവുക. ഹസ്സാൻ മണ്ണായി പോയ സ്ഥലത്ത് നബിതങ്ങൾക്ക് കബർ കുഴിച്ചിരുന്നെങ്കിൽ അപ്പോൾ ഹസ്സാനാകുന്ന മണ്ണിൽ മുസ്തഫയാകുന്ന നബിയുടെ പുണ്യമേനി കിടക്കുന്നത് എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു പ്രണയമാണ് ഹസ്സാൻ തങ്ങൾ പറഞ്ഞത്, എത്ര പ്രേമമാണ് ഹസ്സാൻ തങ്ങൾ ചുരത്തിയത്. ഇങ്ങനല്ലേ സ്വഹാബിമാര് മുഴുവൻ. ജംഹറത്തു അശ്ആരിൽ അറബ് നോക്കൂ, ദീവാനു അബീബക്കർ സിദ്ദീഖ് നോക്കൂ, ദീവാനു ഉമർ ഇബ്നുൽ ഖത്താബ് നോക്കൂ, ദീവാനു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നോക്കൂ, ദീവാനു അലി ഇബ്നു അബീ ത്വാലിബ് നോക്കൂ, ദീവാനു ഹസ്സാൻ നോക്കൂ. എല്ലാത്തിലും പ്രണയത്തിന്റെ ഗാഥകളാണ്, പ്രേമത്തിന്റെ കവിതകളാണ്, അനുരാഗത്തിന്റെ ആത്മാവിഷ്കാരങ്ങളാണ്. അവിടെയെല്ലാം ഹബീബ് തന്നെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ പെങ്ങളെ, കൂട്ടുകാരാ, ചെറുപ്പക്കാരാ, നമ്മുടെ കൽബ് പോകേണ്ടത് എവിടേക്കാണ്? അൽ-ഈമാനു യഅ്രിദു ഇലൽ മദീന കമാ തഅ്രിദുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പതിന്റെ മടയിലേക്ക് മടങ്ങും പോലെ ഈമാനുള്ളവൻ മടങ്ങേണ്ട വീട് മദീനയാണോ? ത്വയ്ബാക്കെ ത്വയ്ബാപ്പെ ലാഖോ സലാം, ത്വയ്ബാക്കെ സർവ്വപ്പെ ലാഖോ സലാം. മദീന അങ്ങനെയാണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, മദീന ഞങ്ങൾക്ക് പ്രേമമുള്ളതാക്കണേ. കമാ ഹബ്ബബ്ത ഇലൈനാ മക്ക, മക്കയെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കിയതുപോലെ. ഔ അശദ്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രിയം ഞങ്ങൾക്ക് മദീനയോട് തരണേ. ബുഖാരിയിൽ നോക്കൂ, സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അധ്യായത്തിൽ കാണാം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു കിഴവിയതാ മദീനത്തെ രോഗബാധിതയായ കിഴവി നടന്ന് 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 ജുഹഫയിലേക്ക് പോയതായി സ്വപ്നം കണ്ടു. അതിനെ വ്യാഖ്യാനിച്ചു നബി തങ്ങൾ, ദാഉൽ മദീന നുഖില ദാഉൽ മദീനതി ഇലൽ ജുഹഫ, മദീനയിലുള്ള മാറാവ്യാധികളെ മുഴുവനും മദീനയിൽ നിന്ന് ഔട്ടാക്കിയിട്ട് ജുഹഫയിലേക്ക് തട്ടിക്കളഞ്ഞു. മദീനയിൽ അത്തരം വൃത്തികെട്ട രോഗങ്ങളില്ല.
കാരണം യഥിരിബ് എന്ന് പറയല്ലേ, ഇത് ത്വയ്ബയാണ്, ത്വാബയാണ്, മദീനയാണ്, പ്രശോഭിതമാണ്, സുമോഹനമാണ്. അവിടുന്ന് മനോഹരമായ സുഗന്ധം വമിക്കുന്ന നാടാണ് മദീന. അല്ലയോ ചന്ദ്രനെ, നീ എന്തിനാണ് മേളിൽ പോയി മദീനയിൽ നിൽക്കുന്നത്? ഹബീബല്ലേ താഴെ കിടക്കുന്നത്, പിന്നെന്തേ നീ മേലേങ്ങ് പോയി നിൽക്കുന്നത്? അപ്പോ ചന്ദ്രൻ പറയുന്നു, മറ്റൊന്നുമല്ല, എന്റെ ഹബീബിന്റെ കളിപ്പാട്ടമാണു ഞാൻ. കാരണം ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തൊട്ടിലിൽ കിടന്നാടുന്ന നേരത്ത് മേലെ ചന്ദ്രൻ കിടന്ന് അടിക്കളിക്കുന്നു. ആ ബനൂ സഅദ് ഗോത്രക്കാര് വന്നു നോക്കി, എന്റെ ചന്ദ്രൻ ഇങ്ങനെ അടിക്കളിക്കുന്നത് ഇവിടെ മേലെ. അപ്പോഴാണ് ഷൈമാഇന്റെ കൈ മുസ്തഫായുടെ തൊട്ടിലാട്ടുകയാണ്. അന്ന് കുഞ്ഞിളം പൈതലാണ് മുഹമ്മദ് മുസ്തഫ. الله يستسقى الغمام لوجهه ثمال اليتامى عصمة للأرامل. മുഖം കാണുമ്പോഴറിയാം മേഘത്തിന് പെയ്തിറങ്ങണമെന്ന്, അവിടുത്തെ മേനി കാണുമ്പോഴറിയാം സൂര്യന് ചൂട് തട്ടിക്കൂടാന്ന്. ഉടനെ മേഘം വന്ന് തണലിടുകയാണ്. കാണുമ്പോഴറിയാം ചന്ദ്രന് എന്നെ തോൽപ്പിക്കുന്ന പ്രകാശമാണ് ഹബീബിന്റെ മുഖത്തുള്ളതെന്ന്. അപ്പോഴല്ലേ ചന്ദ്രൻ പറഞ്ഞത്, മേ ഹുസൂർ കി ഖിലൗനാഹോ, ഞാൻ റസൂലുള്ളാഹിന്റെ കളിപ്പാട്ടമാണ്. അപ്പോൾ ബലൂൺ കളിപ്പാട്ടമായി ആടിക്കളിക്കണമെങ്കിൽ മേലെ കിടക്കണം. അങ്ങനെയാണ് ഞാൻ മേലെ വരുന്നത്. അപ്പോഴും എനിക്കൊരു നാണമുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ മേലെയല്ലേന്ന്. ഉടനെ ഞാൻ താഴേക്കിറങ്ങും. കല്ലുർജൂനിൽ ഖദീം, ഒരു നാരുപോലെ നേർത്തു പോകുന്നത് ഹബീബിനോടുള്ള ആദരവാണ്. പ്രാപഞ്ചീകരണത്തിന്റെ ശകലങ്ങളാകമാനം പ്രണയം കൊണ്ട് ചുംബനം കൊടുത്ത അനുരാഗത്തിന്റെ രാജാവാണ് മദീനയിലെ നേതാവ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കൽബിൽ നിന്ന് പ്രഭവിക്കുന്ന പ്രണയമേ മദീനയിലേക്ക് സലാം. ഉള്ളിൽ നിന്ന് നിർഗളിക്കുന്ന അനുരാഗമേ മദീനയിലേക്ക് സലാം. കൽബിൽ നിന്ന് ജ്വലിക്കുന്ന പ്രണയത്തിന്റെ ചുംബനങ്ങളെ മദീനയിലേക്ക് സലാം. എന്റെ ജീവൻ ഫിദാ, എന്റെതെല്ലാം ഫിദാ, വറൂഹി ഫിദാ ലിറസൂലില്ലാഹ്. റസൂലുള്ളാഹിക്ക് ദണ്ഡമാണ് എന്റെ ജീവിതമെന്ന് പറഞ്ഞ ജഅഫറു തയ്യാറിനെ അറിയില്ലയോ? ഹബീബാണ് എന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ മുആദ് ബിൻ ജബലിനെ അറിയില്ലയോ? ഹബീബാണ് എന്റെ വികാരമെന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ റവാഹയെ അറിയില്ലയോ? എനിക്കെല്ലാം എല്ലാം മുസ്തഫയാണെന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ അറിയില്ലയോ? എനിക്ക് പറയാൻ അറിയില്ല, ആരോഗ്യമില്ല, ഭാഷയില്ല, ഭാവനയില്ല, വിവരമില്ല, വിജ്ഞാനമില്ല. मैं झूम रहा हूँ, मैं झूम रहा हूँ, മദീനെ की गली में झूम रहा हूँ. ഞാൻ മദീനയുടെ ഗല്ലിയിൽ ഇഴയുകയാണ്. കാരണം എന്റെ സർപ്പറസ്തി ഹേ ഇദർ, എല്ലാം ഇവിടെയാണ്, മദീനയിലാണ്. മദീനയുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ രാജാവ് അഹ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് വിഷയങ്ങൾ പറയണമെന്നുണ്ട്. നീട്ടിപ്പറയാൻ ആരോഗ്യമുള്ളവനല്ല, ഒന്നും പറയാൻ വിവരമില്ല. മദീനയുടെ മുമ്പിൽ എല്ലാവരും ആയുധം വെച്ച് കീഴടങ്ങിയവരാണ്. ഉമറുൽ ഖാലി തങ്ങൾ പറഞ്ഞില്ലേ, ഇത് ജിഅ്തു തൈബത റൗമ സൗറത ഖബരിഹി യുഗ്മീതു മദ്ഹൂശൻ ബിഹൈബതി ഖദരിഹി വഅനൽ ലഹീഹു ഫഖുർബതൻ ലി ഫർജി ഹൈറാനു മിൻ ദംബിൻ നസിഫ്തു ഖദീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എല്ലാവരും ആയുധം വെച്ച് കീഴടങ്ങിയ നാടാണ് മദീന.
മോനെ, നിന്റെ മോഡേൺ എഡ്യൂക്കേഷൻ സ്വർഗത്തിന് വേണ്ടി സ്വർഗത്തിന് പാരയായിക്കൂടാ. നിന്റെ ടെക്നോ എഡ്യൂക്കേഷൻ സ്വർഗത്തിന് പാരയായിക്കൂടാ. വാപ്പാമാര് ഗൾഫിൽ പോയി 4 ചില്ലറ വരുമ്പോ മോൻ MBBS ആകണം. പക്ഷേ മോന് മദ്രസ വേണ്ട. എന്ത് പരിഷ്കാരമാണ് ഹജിയാരെ നിങ്ങൾ ചിന്തിച്ചത്? വാപ്പാങ്ങ് ഗൾഫിൽ പോയി 4 ചില്ലറ കൂടിയപ്പോ എന്റെ മകൻ എഞ്ചിനീയർ ആകണം, നിസ്കരിക്കണമെന്ന് നിർബന്ധമില്ല. വാപ്പ ഗൾഫിൽ പോയി പണമുണ്ടായി വലിയ കച്ചവടക്കാരനായപ്പോൾ മകള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. അവള് വൃത്തികേടാകുന്നത് പരാതിയില്ല. എന്ത് കച്ചവടമാണ് നിങ്ങൾ നടത്തുന്നത്? ആഖിറത്തെ പണയം വെച്ചിട്ട് ദുനിയാവ് വാങ്ങുകയാണോ? ومن يبع عاجلا منه بآجله يبن له الغبن في بيع وفي سلم. അവിടുന്ന് ആത്മീയ വിദ്യാഭ്യാസത്തെ നഷ്ടപ്പെടുത്തിയിട്ട് ഭൗതിക വിദ്യാഭ്യാസം എടുത്തുകൂടാ. ഭൗതിക വിദ്യാഭ്യാസം വേണ്ടാന്ന് നമ്മൾ പറയുന്നില്ല. ഇവിടെ ജീവിക്കാൻ അത് വേണം, ഇസ്ലാം പ്രചരിപ്പിക്കാൻ അത് വേണം, ദീനിന്റെ ഇസ്സത്തിനത് വേണം. പക്ഷേ ആത്മീയ വിദ്യാഭ്യാസം പണയം വെച്ചുകൂടാ. ഇപ്പോഴീ വേദിയിലിരിക്കുന്ന ആരിഫ് ബുഖാരി സിറാജുൽ ഹുദ ദഅവാ കോളേജിലെ മുദർരിസാണ്. അവിടുന്ന് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞ ആളാണ്. ഞങ്ങളെ 10 വർഷത്തെ സഹപാഠികളാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചവരെല്ലാം അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലോ തത്തുല്യ പോസ്റ്റ് ഗ്രാജുവേഷനോ ചെയ്തവരാണ്. ചില ആളുകൾ അതിൽ BEd കഴിഞ്ഞവരുണ്ട്, ചില ആളുകൾ അതിൽ MPhil ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾ അവിടെ ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളിൽ ഒരുപാട് ആലിമീങ്ങൾ ഇപ്പോൾ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയവരുണ്ട്. അതുപോലെ കോളേജ് ലെക്ചേഴ്സ് ആകാൻ യോഗ്യത നേടിയവരുണ്ട്. അതിനുവേണ്ടി തലപ്പാവ് മാറ്റിവെച്ചിട്ടില്ല, അതിനുവേണ്ടി റസൂലുള്ളാഹിന്റെ സുന്നത്ത് പണയം വെച്ചിട്ടില്ല, അതിനുവേണ്ടി ദീന് പണയം വെച്ചിട്ടില്ല. ഇതും മാതൃകയായി സ്വീകരിക്കണം. സിറാജുൽ ഹുദ ദഅവാ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും 2 വിദ്യാഭ്യാസവും നേടുന്നവരാണ്. ചില വിദ്യാർത്ഥികൾ ഈ സദസ്സിൽ ഉണ്ട്. അതുപോലെ നമ്മുടെ ദഅവാ കോളേജുകളിലെല്ലാം പ്രൊഫഷണലോ ആർട്സോ ആയ വിദ്യാഭ്യാസം കൊടുത്ത് തത്തുല്യമായി തന്നെ മതവിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അവർ അന്യപെണ്ണിന്റെ കൂടെ കമന്റ് അടിക്കാൻ ക്യാമ്പസിൽ പോകുന്നില്ല, ലൈൻ അടിക്കാൻ ഇറങ്ങിപ്പോകുന്നില്ല. അതുകൊണ്ട് ഉമ്മമാരെ, മക്കളെ ആത്മീയമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു വിടണം. ആവശ്യമായ കാലിക വിദ്യാഭ്യാസം കൊടുക്കണം, അത് മറക്കേണ്ടതില്ല. എല്ലാത്തിലും ഉപരി റസൂലുള്ളാഹിന്റെ ആശിഖായി ജീവിക്കണം. എന്റെ മകൻ ഹബീബിന്റെ ഹബീബാകണം, എന്റെ മകൻ റസൂലുള്ളാഹിന്റെ പ്രേമിയാകണം എന്ന വിചാരത്തിലേക്ക് ഉയർന്നിട്ട് സ്വലാത്ത് ദായിമാക്കിയിട്ട് ഒരു തവണയെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണ്ടയോ? ഒരു തവണയെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണ്ടയോ? ഒറ്റ ഉദാഹരണം പറഞ്ഞു ഞാൻ നിർത്തുന്നു. എല്ലാ ഇമാമീങ്ങളും കണ്ടുപോയി, എല്ലാ മഹാന്മാരും കണ്ടുപോയി. 4 ഇമാമീങ്ങളായതെങ്ങനെ? നബി തങ്ങളുടെ നിർദ്ദേശമാണ്. 4 അഖ്താബുകളായതെങ്ങനെ? നബി തങ്ങളുടെ നിർദ്ദേശമാണ്. 2 അഖീദയുടെ ഇമാമുകൾ അങ്ങനെ വന്നതെങ്ങനെ? അത് റസൂലുള്ളാഹിന്റെ നിർദ്ദേശമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ വേറെ പ്രസംഗങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി 6 മുഹദ്ദിസീങ്ങളും ഹദീസിന്റെ രാജാക്കന്മാരായതെങ്ങനെ? റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 6 മുഹദ്ദിസീങ്ങളെ കുറിച്ചുള്ള പ്രസംഗം ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിൽ ഇമാം ബുഖാരി തങ്ങൾ എങ്ങനെ, ഇമാം മുസ്ലിമുൻ നൈസാബൂരി എങ്ങനെ, ഇമാമുൻ അഹ്മദുൻ നസായി എങ്ങനെ, അബൂ ഈസ തിർമിദി എങ്ങനെ, അബൂ ദാവൂദ് തങ്ങൾ എങ്ങനെ, 6 ഹദീസിന്റെ ഇമാമികളെയും നിയന്ത്രിച്ച രാജാവ്, മദീനയിലെ നേതാവ് തന്നെ.
അങ്ങനെയല്ലേ ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് നടത്തുന്നുണ്ട്. ചുരുക്കി പറയാം, ഒരുപാട് മഹാന്മാര് ഹബീബിനെ കണ്ടു. അതിൽ ഒരു മഹാന്റെ ചരിത്രം പറഞ്ഞ് അവരുടെ പുണ്യം പ്രതീക്ഷിച്ച് സ്വലാത്തു ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിവാദ്യം ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. ആരാണ്? 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു. ഇമാം യൂസുഫ് അൻ-നബ്ഹാനി തങ്ങൾ ജാമിഉ കറാമാത്തുൽ ഔലിയാ 2-ാം വാള്യം 234-ാമത്തെ പേജിലും വഫയാത്തുൽ അയാനിലും അതുപോലെ നിരവധി ഗ്രന്ഥങ്ങളിൽ കാണാം അബ്ദുല്ലാഹിൽ യാഫഈ തങ്ങൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വരുന്നു. മദീനയിൽ കിടക്കുന്ന രാജാവാരാണ്? ലോകത്ത് പാനൂരിൽ ഇരുന്ന് സലാം പറഞ്ഞാൽ കേൾക്കുന്ന നേതാവാണ്. അതെന്റെ വക ഞാൻ അത്യുക്തി പറഞ്ഞതല്ല, ഹദീസിലുള്ളതാണ്, കേൾക്കുമെന്ന്. പിന്നെയോ യമനിലെ തരീമിൽ ഇരുന്ന് സലാം പറഞ്ഞവർക്ക് മടക്കിയതായി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഐനിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വിശദീകരണം സഖാഫ് തങ്ങൾ ശറഹുൽ ഐനിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ലആലി മുഹബ്ബത്തിർ റസൂലിൽ എഴുതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം മഹാന്മാര് രേഖപ്പെടുത്തിയതാണ്. മദീനയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയി. മദീനയുടെ അതിർത്തിയിൽ ചെന്നു. ചുരുക്കി ഞാൻ പറയാം, നബ്ഹാനി തങ്ങൾ പറയുന്ന 14 ദിവസം അവിടെ കിടന്നു. വഫയാത്തിൽ പറയുന്ന 21 ദിവസം അവിടെ നിന്നു. അനുമതിയില്ലാതെ ഞാൻ മദീനയിലേക്ക് കടക്കൂല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക്, നാട്ടിലേക്ക് അനുമതിയില്ലാതെ കടക്കൂല മദീനയിലേക്ക്. എന്തേ ഹബീബേ, പെർമിഷൻ തരണമേ, പെർമിഷൻ തരണമെന്ന് പറഞ്ഞ് മദീനയുടെ ബോർഡറിൽ കിടന്നു. അനുമതി കിട്ടിയില്ല. അപ്പോഴാണ് വന്നിട്ട് പറയുന്നു സ്വപ്നത്തിൽ, ഓ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുകയാണ്, യമനിൽ നിന്നുള്ള 10 മഹാന്മാരെ സിയാറത്ത് ചെയ്യണം. അവരെ സിയാറത്ത് ചെയ്താൽ കഅന്നമാ സറനീ, എന്നെ സിയാറത്ത് ചെയ്തതിന് തുല്യമാണ്. ആ 10 പേരിൽ 5 മിൻഹുൽ അഹ്യാ വ 5 മിൻഹുൽ അംവാത്ത്. 10 പേര് ജീവിച്ചിരിക്കുന്നവരാ, 5 പേര് ജീവിച്ചിരിക്കുന്നവരാണ്, 5 പേര് വഫാത്തായ ആളുകളാണ്. ആ 10 പേരെ സന്ദർശിച്ചിട്ട് വന്നോ. ബഹുമാനപ്പെട്ട യാഫഈ ഇമാം തങ്ങൾ മദീനയിൽ കടന്നില്ല, തിരിച്ച് യമനിലേക്ക് പോയി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതിൽപ്പെട്ട ചില മഹാന്മാരെ സാധുക്കളായ ഞങ്ങൾ യമനിൽ പോകുമ്പോ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇമാമീങ്ങളുടെ പേര് പറഞ്ഞു കൊടുത്തു, അവരെഴുതിയ കിതാബിന്റെ പേര് പറഞ്ഞു കൊടുത്തു, അവരുടെ വിലാസം അറിയിച്ചു കൊടുത്തു. യാഫഈ ഇമാം റളിയല്ലാഹു അൻഹു അവിടെ പോയി ആ മഹാന്മാരെ സന്ദർശിച്ചു. എല്ലാവരോടും സംഭാഷണം നടത്തി. ഖബറിലുള്ളവരോടും ജീവിച്ചിരിക്കുന്നവരോടും അവരോടൊക്കെ ആശയവിനിമയം നടത്തി. ഇനി നാളെ ഇത് ക്ലിപ്പാക്കാൻ ചില ആളുകൾ ഇറങ്ങും. സാധുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുമ്പിൽ പോയി സംഭാഷണം നടത്തിയ ഒരു സയ്യിദിനെ കുറിച്ച് പറഞ്ഞ പ്രഭാഷണത്തിന്റെ ശകലം ക്ലിപ്പുകൾ എടുത്ത് പ്രചരിപ്പിച്ചിട്ട് ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചില പ്രവർത്തകന്മാര് പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചെന്നോട് അന്വേഷിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി മാത്രമായി മുത്തുനബി അറിയാത്ത മുജാഹിദുകൾ എന്ന സിഡിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ അവിടുന്ന് പെർമിഷൻ കൊടുത്ത് വിട്ടതാണ്. 10 പേരെയും സിയാറത്ത് ചെയ്തു. തിരിച്ചു വരുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. തങ്ങളുടെ അടുക്കലേക്ക് മദീനയിലേക്ക് വരുന്നു. മദീന അവിടുന്ന് സുശബ്ദം, അവിടുന്ന് വളരെ സംശുദ്ധമായ നാടാണ്. മദീനയെ കുറിച്ച് പറയാൻ വാക്കുകൾ നമുക്കറിയില്ല, അത്രയും ഗംഭീരമാണ്. ആ വിശുദ്ധമായ മദീനയിൽ വന്നു. അവിടെ വന്നു നിന്നിട്ട് പറയുന്നു, നബിയെ പെർമിഷൻ തരാതെ അകത്ത് കടക്കൂല. പിന്നെയും 2 ആഴ്ചയോ 3 ആഴ്ചയോ അവിടെ കിടന്നു. മോമിനീങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഹബീബായ നബിതങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ചെന്ന് പിന്നെയും 2 3 ആഴ്ച കിടക്കുകയാണ്. അപ്പോഴതാ സ്വപ്നത്തിൽ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വപ്നത്തിൽ കാണാൻ പറ്റുമോ? ഒരുപാട് മഹാന്മാര് കണ്ടത് കിതാബിലുണ്ട്. ഇമാമുൽ അശ്അരി കണ്ടത് തബീനിലുണ്ട്. ഇമാം ഗസാലി തങ്ങൾ കണ്ടത് മുർത്തനസ്സബീരി അവിടുന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്ഹാഫിൽ. ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി കണ്ടത് ശരീഹുൽ ഇമാം ഷാദുലിയിലുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കണ്ടതുണ്ട് താരീഖിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കണ്ടത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കണ്ടത് ബിദായത്ത് വന്നിഹായിലുണ്ട്. അലിയുൽ മുർത്തദ കണ്ടത് ലആലി വമഹബ്ബത്തുർ റസൂലിൽ ഉണ്ട്. അതുപോലെ അബുൽ ഖാസിമുർ റസാഇ തങ്ങൾ കണ്ടത് തദ്കിറത്തുൽ മുഹിബ്ബീനിലുണ്ട്. ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പ്രണയ നിർഭരമാണെന്ന് നമുക്കറിയുന്നതാണ്. അതുപോലെ ഒരുപാട് മഹാന്മാര് കണ്ട സംഭവം ജാമിഉൽ കറാമാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട 100 മഹാന്മാരെ പറയുന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ കണ്ടു എന്ന് ഉംദത്തിന്റെ തുടക്കത്തിലുണ്ട്. ഇമാമുൽ ഖുറാനി കണ്ടിട്ടുണ്ടെന്ന് കൗസറുൽ ജാരിയിൽ ഉണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം അസ്സയൂത്തി റളിയല്ലാഹു അൻഹു കണ്ടതായും 70ലേറെ തവണ അഭിമുഖ്യം നടത്തിയതായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൈഖുൽ ഹദീസ് എന്ന് വിളിച്ചതായും ചരിത്രത്തിലുണ്ട്. അങ്ങനെ കണ്ട ഇമാമീങ്ങളുടെ എണ്ണം എത്രയാണ്? എല്ലാ ഇമാമീങ്ങളും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. ഇമാം തസ്താസാനി കണ്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് എണ്ണിപ്പറഞ്ഞു തീർക്കാൻ മാത്രമുള്ളവരല്ല, എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ഇമാമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. സാധാരണക്കാര് കണ്ടു. ഈ വിഷയം എല്ലായിടത്തും സൂചിപ്പിക്കുന്നയാളെന്ന നിലയ്ക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ എന്നോട് വിളിച്ച് പറയാറുണ്ട്. ചിലരൊക്കെ കണ്ടെന്ന് തോന്നിയതാകാം. എല്ലാം ഞാൻ തെളിവായി എടുത്തു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. എന്നാലും ഇവിടെ ഹബീബിനെ അറിയുന്ന മുഹിബ്ബീങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയവരുണ്ട്. ഒരുമ്മ കണ്ടിട്ട് എന്നോട് വിളിച്ചു, ഉസ്താദേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സന്തോഷം പറയാൻ വിളിച്ചതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് അതിനു വേണ്ടി ചെയ്ത അമല്? 1 കോടി സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിനെ കാണാൻ. അപ്പോഴെനിക്ക് കാണാൻ കഴിഞ്ഞു. അബുൽ മവാഹിബ് ഷാദുലി തങ്ങൾ കണ്ടു. രാത്രിയിലും പകലിലും 1000 വീതം സ്വലാത്ത് ചൊല്ലുന്ന മഹാനാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന മഹത്തായ സൂറത്ത് ഓതിയിരുന്ന മഹാനാണ്.
അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. ഒരുപാട് മഹാന്മാർ ഹബീബ് തങ്ങളെ കണ്ടത് ബഹുമാനപ്പെട്ട റൗദുർ റയാഹീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം യാഫഈ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എണ്ണി പറഞ്ഞാൽ തീരുമോ ഇല്ല. ഉമ്മമാരും റസൂലുള്ളാഹി തങ്ങളെ കണ്ട മഹദികളുണ്ട്. എല്ലാവരും സ്വലാത്ത് കൊണ്ട് ചെടുത്തവരാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സുന്നത്തിനെ പരിപാലിച്ചപ്പോഴാണ്, ഓ അഹ്മദ് ബിൻ ഹംബലേ, ഇമാമൻ യുക്തദാ, തുടരപ്പെടാനുള്ള നേതാവായി നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് തങ്ങൾ ശിഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇമാമിങ്ങൾ ആഗമാനം ഹബീബിനെ കണ്ടവരാണ്. സാധാരണക്കാർ ഒരു പക്ഷേ റസൂലുള്ളാഹിനെ കണ്ടവർ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവർ ഈ സദസ്സിലുണ്ടാകാം. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട യാഫഈ ഇമാം റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുന്നു. വീണ്ടും 2-3 ആഴ്ച ഇവിടെ നിൽക്കുന്നു. അവസാനം വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ് അദ്ഖുലുൽ മദീന, ഞാൻ മദീനയിൽ കടക്കട്ടെ നബിയേ. 21ാമത്തെ രാത്രിയിൽ വരുന്നു. അന ഫിദ്ദുനിയാ നബിയുക വഫിൽ ആഖിറതി ശഫീഉക വഫിൽ ജന്നതി റഫീഖുക ഇൻഷാ അല്ലാഹ്. സ്വർഗത്തിൽ ദുനിയാവിൽ ഞാൻ നിങ്ങളുടെ നേതാവാണ്, നബിയാണ്. ആഖിറത്തിൽ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന ആളാണ്. സ്വർഗത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെയാണ്. മതിയോ അബ്ദുല്ലാഹ്? അതേ മദി നബിയേ. അദ്ഖുലുൽ മദീന, അദ്ഖുലുൽ മദീന, ഞാൻ കടക്കട്ടെ നബിയേ മദീനയിലേക്ക്. വന്നോളൂ അബ്ദുല്ലാഹ്. അങ്ങനെ ഒന്ന് അനുമതി കിട്ടി മദീനയിൽ ചെല്ലാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഹബീബിനെ കാണാനുള്ള നിയോഗം തരട്ടെ. ഒരു തവണയല്ല, പലതവണ റസൂലുള്ളാഹിനെ കാണണം മോനെ. അന്യ പെണ്ണിനോടുള്ള പ്രണയം വലിച്ചെറിഞ്ഞ് സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിനെ പ്രേമിച്ചോ? കാണാൻ പറ്റും മോനെ. അന്യ ആൺകുട്ടിയെ പ്രേമിച്ച് കൽബ് കേടുവരുത്താതെ പൊന്നു പെങ്ങളെ സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിനെ പ്രേമിച്ചോ മോളെ? കാണാം. നിസ്കാരം കൃത്യമായി നിലനിർത്തിക്കോ. വൃത്തികെട്ട സിനിമകളിൽ നിന്ന് വിട്ടുനിന്നോ. വിലക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിക്കോ. നിന്റെ മൊബൈലിൽ നിന്ന് വൃത്തികെട്ട ക്ലിപ്പുകൾ മുഴുവനും ഒഴിവാക്കിയിട്ട് പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളും ഹബീബിന്റെ മദ്ഹും വരട്ടെ. നിന്റെ കാതിലേക്ക് സ്വലാത്ത് വരട്ടെ, കൽബിൽ സ്വലാത്ത് ഉയരട്ടെ. അങ്ങനെ ശുദ്ധമായ ഒരു ജീവിതം നയിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹബീബിനെ കാണാം. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ഗ്രൂപ്പ് ഭേദങ്ങളുടെ പേരിൽ നമ്മൾ തർക്കിക്കേണ്ടവരല്ല. നമ്മളെല്ലാം ഹബീബിന്റെ മുഹിബ്ബീങ്ങളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. നമ്മളെല്ലാം റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളാണ്. അല്ലാതെ നമ്മൾ സംഘടനാപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് ഹബീബിന്റെ മദ്ഹ് പറയുന്നിടത്ത് മാറി നിൽക്കല്ലേ. നമുക്കൊരുമിച്ചു നിൽക്കാം.
ശംസുൽ ഉലമായി കെ ഉസ്താദ് വിളിച്ച സുന്നത്ത് ജമാഅത്തിലേക്ക്, കണ്ണിയത്ത് ഉസ്താദ് വിളിച്ച സുന്നത്ത് ജമാഅത്തിലേക്ക്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിലേക്ക്, അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ജീവിച്ച സുന്നത്ത് ജമാഅത്തിലേക്ക്, അതുപോലെ നമ്മുടെ സാദാത്തുക്കളൊക്കെ ജീവിച്ചു പോയ താഹിറുൽ ഹുദൽ തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിലേക്ക്, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെല്ലാം ഒരേ അഖീദയിലേക്കാണ് വിളിക്കുന്നത്, ഒരേ നബിയെയാണ് ഇഷ്ടം വെക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ നമ്മുടെ എല്ലാം വിരോധികളാണ്, അവർ ഹബീബിന്റെ വിരോധികളാണ്, റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കുന്നവരുടെ വിരോധികളാണ്. അതുകൊണ്ട് കൽബിൽ മഹബ്ബത്ത് വരട്ടെ. യാ റസൂലല്ലാഹ് കറം കീജേ ഖുദാ കേ വാസ്തേ. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിലേക്കുള്ള വസീലയാണ്. അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഹബീബിനെ കാണാൻ ഈ നിൽക്കുന്ന നൃത്തം ഞങ്ങൾക്ക് കാരണമാക്കി തരണമല്ലോ. ഒരു തവണയെങ്കിലും ഹബീബിനെ രാത്രി കിടന്നുറങ്ങുമ്പോ കാണണം. പകല് മുഴുവനും ആ ഹബീബിന്റെ ദീനിന്റെ നുസ്റത്തിലായി ജീവിക്കണം. ശബ്ദം അവസാനിക്കുന്നത് വരെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണം. ജീവൻ ഒടുങ്ങുന്നത് വരെ ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിക്കണം. ആസ്വാദനം മുഴുവനും ഹബീബിനെ കണ്ടുകൊണ്ടാകണം. രസം മുഴുവനും റസൂലുള്ളാഹിനെ അനുഭവിക്കുന്നതിലാകണം. അധികാരം ആഗ്രഹമില്ല, ആവശ്യമില്ല. ഹബീബിന്റെ ഉമ്മരപ്പടിയിലെ സേവകനാകണം. മദീനത്തെ മണൽത്തരിയായി മാറിയെങ്കിൽ എത്ര ഭാഗ്യമാണ്. ഹബീബിന്റെ ചാരത്ത് കിടക്കാമല്ലോ. മദീനത്തെ അന്തരീക്ഷത്തിൽ ലയിച്ചു കിടന്നാൽ എന്തു രസമാണ്. ഹബീബിന്റെ കുബ്ബയത്തഴുകിപ്പോകാമല്ലോ. മദീനത്തെ അരുവിയായാൽ എന്തു രസമാണ്. ഹബീബിന്റെ മണ്ണിനെ നനച്ചുകൊണ്ടിരിക്കാമല്ലോ. ഹബീബിന്റെ പള്ളിയിലെ ഒരു പ്രാവായിരുന്നെങ്കിൽ അവിടുത്തെയുടെ മുമ്പിൽ പോയിട്ടൊന്ന് സങ്കടം പറയാമായിരുന്നു. ഒരു പാസ്പോർട്ടുമില്ലാതെ മദീനയിൽ നിൽക്കാമായിരുന്നു. ഒരു വിസയുമില്ലാതെ അവിടേക്കിറങ്ങാമായിരുന്നു. അവിടെ മുറ്റത്തിടുന്ന ഗോതമ്പ് കൊത്തിത്തിന്നുകൊണ്ട് ജീവിക്കാമായിരുന്നു. കാഷ്ടിക്കാൻ തോന്നുമ്പോ മദീനയുടെ പുറത്ത് പറന്നു പോകാമായിരുന്നു. പക്ഷേ ആയില്ലല്ലോ. മദീനയിലെ പറവയായിരുന്നെങ്കിൽ എത്ര ഭാഗ്യമായിരുന്നു. ആ ഭാഗ്യം നമുക്കില്ലാതെ പോയി. ഇനിയൊന്ന് ഇഷ്ക് വെച്ച് പ്രണയം വെച്ച് മദീനയിലെത്തണം. യാ റസൂലല്ലാഹ്, ഞങ്ങളെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ. അല്ലാഹു അവിടുത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് മരണം വരെ പറയാനും പറയുന്നതിനേക്കാൾ വലിയ മഹബ്ബത്ത് ഖൽബിൽ ഉൾക്കൊള്ളാനും അവസാനം അവിടുത്തെയുടെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ.